ട്രിപ്പിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാങ്കോക്കിലെ രണ്ടാമത്തെ ദിവസം നമ്മൾ പോയത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ്, നമ്മുടെ സഫാരി വേൾഡ്. അപ്പോൾ സഫാരി വേൾഡ് പോകുമ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവിടെ മൃഗങ്ങളെ നമുക്ക് അടുത്ത് കാണാം, തൊടാം, ഫോട്ടോ എടുക്കാം. അങ്ങനെ നമ്മൾ വീഡിയോസിലൊക്കെ കുറേ കണ്ടിട്ടേ ഉള്ളൂ. അപ്പോൾ നേരിട്ട് കാണാമല്ലോ എന്നുള്ളൊരു എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ നമുക്ക് രണ്ട് പാർക്കാണ് സഫാരി വേൾഡിലുള്ളത്. ഒന്ന് മറൈൻ പാർക്കും ഒന്ന് സഫാരി പാർക്കും. ഞങ്ങൾ ചൂസ് ചെയ്തത് മറൈൻ പാർക്കാണ്. സഫാരി പാർക്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ വണ്ടിയിൽ പോയിട്ട് മൃഗങ്ങളുടെ അടുത്ത് കൂടെ പോകുന്നതാണ് സഫാരി പാർക്കിലുള്ളത്. മറൈൻ പാർക്കിലാണെന്നുണ്ടെങ്കിൽ മൃഗങ്ങളുടെ കുറേ ഷോകളുണ്ട്. ബേർഡ് ഷോ, എലിഫൻറ്റ് ഷോ, ഒറങ്കുട്ടൻ ഷോ, അങ്ങനെ കുറേ ഷോകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്തത് മറൈൻ പാർക്കാണ്. നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ് വരുന്നത് 850 തായ്ബാത്താട്ടോ. അപ്പം നമ്മൾ അവിടുന്ന് ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ രണ്ട് പാർക്കിലേക്കുള്ളത് വേണമെങ്കിലും എടുക്കാം, നമുക്ക് ഓരോന്ന് ചൂസ് ചെയ്യണമെങ്കിൽ ചൂസ് ചെയ്യാം. അപ്പം ഞങ്ങൾ മറൈൻ പാർക്ക് എടുത്തു. അപ്പോൾ അവരെ എടുക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ നിന്നൊരു മാപ്പൊക്കെ ആയിട്ടുള്ളൊരു നോട്ടീസ് തരും. അപ്പോൾ അതിനകത്ത് അവിടെയുള്ള ഷോകളുടെ ടൈം ഉണ്ടാവും, ഇന്ന സ്ഥലത്താണ് എന്നുള്ളതുണ്ട്, ഇത് കൂടെ പോയിട്ട് ഇത് കൂടെ വരണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം വലിയ പാർക്കാണ്. നമുക്ക് മാപ്പില്ലാതെ പോയി കഴിഞ്ഞു വെച്ചാൽ ഒരു പിടുത്തം ഉണ്ടാവില്ല. കാരണം ഓരോ ഷോകൾക്ക് ഓരോ ടൈമുണ്ട്. അപ്പോൾ ആ ടൈമിനനുസരിച്ചിട്ട് നമ്മൾ ആ സ്ഥലത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷോകളൊക്കെ കാണാം. മറൈൻ പാർക്കിൽ മെയിനായിട്ടുള്ള നമ്മുടെ താരാണ് ഒറങ്ങുട്ടൻ. നമ്മൾ വീഡിയോസിലൊക്കെ ഒറങ്ങുട്ടൻ്റെ കൂടെ നിന്നിട്ടുള്ള വീഡിയോസും ഫോട്ടോസൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. നേരിട്ടാണ് നമ്മൾ ഇപ്പോൾ ഒറങ്ങുട്ടനെ കാണുന്നത്. ഒറങ്ങുട്ടനെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ്. നമ്മൾ വിചാരിക്കും അയ്യോ ഒരു കുരങ്ങനൊക്കെയാണോ ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ വിചാരിക്കും. അപ്പം നമ്മൾ ഒരു ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ നമുക്കവിടെ ക്യാഷ് ഉണ്ട് കേട്ടോ, വേറെ ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് വരുന്നത് 700 തായ്ബാത്താണ് വരിക ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനും ഹസ്ബൻഡും ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഒറങ്കുട്ടൻ ഷോ കാണാൻ പോയപ്പോൾ കണ്ട കാഴ്ചകളാണ് ഇതൊക്കെ. എന്നിട്ട് പിന്നെ നമ്മൾ ടിക്കറ്റ് അവിടെ നിന്ന് തന്നെ ടിക്കറ്റ് എടുത്തു. പിന്നെ ഞങ്ങൾ പോയിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അതുപോലെ തന്നെ നമുക്ക് ചൂസ് ചെയ്യാം കേട്ടോ. ഫോട്ടോ എടുക്കണം എന്നുണ്ടെങ്കിൽ 2 ഒറങ്കുട്ടനുണ്ട്. നമുക്ക് ആരുടെ കൂടെ വേണമെങ്കിലും ഫോട്ടോ എടുക്കാം. ഒന്ന് കുറച്ചുകൂടെ ചെറുതായിരുന്നു, ഇത് കുറച്ചുകൂടെ വലുത്. നമ്മൾ ചൂസ് ചെയ്തത് ഈ ഒറങ്കുട്ടൻ്റെ കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാനായിരുന്നു. കുറച്ചൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. പാവം പിടിച്ച ഒരു ഒറങ്കുട്ടനാണ്. എന്താന്ന് അതിൻ്റെ ട്രെയിനർ പറയുന്ന പോലെയാണ് അതെല്ലാം ചെയ്യുന്നത്. അങ്ങനെ ഒറങ്കുട്ടൻ്റെ കൂടെ ഫോട്ടോ എടുക്കണം എന്നുള്ള ആഗ്രഹം സാധിച്ചു. ഒറങ്കുട്ടനൊക്കെ കണ്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ പോയത് പെലിക്കൺ പക്ഷികളുടെ അടുത്തേക്കായിരുന്നു. ഈ കാണുന്നതാണ് പെലിക്കൺ പക്ഷികൾ. കാണാൻ നല്ല ഭംഗിയില്ലേ കാണാൻ. ഇവരിങ്ങനെ ഒരുമിച്ചിട്ട് കൂട്ടത്തോടെയാണ് ഇങ്ങനെ നിൽക്കുക. നമുക്ക് വേണമെങ്കിൽ ഫുഡ് കൊടുക്കാം കേട്ടോ. ഫുഡിന് അവിടെ നിന്ന് നമുക്ക് പേയ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഫുഡ് വേണമെങ്കിൽ വാങ്ങാം, എന്നിട്ട് അവർക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇത് ഒറിജിനൽ മുന്തിരിയാണെന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നത്, പക്ഷേ ഇത് ഫേക്കാണ് ഗൈസ്, ഇത് ഒറിജിനൽ അല്ല. പക്ഷെ നല്ല ഭംഗിയില്ലേ കാണാനൊക്കെ. പിന്നെ നമ്മൾ മെയിനായിട്ട് പോയത് ഡോൾഫിൻ ഷോ ആണ്. അയ്യോ നല്ല രസമായിരുന്നു കാണാൻ. ഡോൾഫിൻ്റെ ഡാൻസും ബോൾ കൊണ്ട് കളിക്കുന്നതും അങ്ങനെ നല്ല രസമായിരുന്നു. ഈ ഷോകൾക്കൊന്നും നമുക്ക് വേറെ പിന്നെ സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണ്ട കേട്ടോ. നമ്മൾ നോർമലി എൻട്രൻസിൽ നിന്ന് എടുത്തത് മതിയേ. പിന്നെയാണ് നമ്മൾ പോയത് ജിറാഫിന് ഫീഡ് ചെയ്യാൻ. അയ്യോ ജിറാഫിനെ ഇത്രയും അടുത്തുനിന്നൊക്കെ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇതായിരുന്നു. അപ്പം നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, അതവിടെ കൊടുത്തു. അപ്പോൾ അവർ 2 ബക്കറ്റിലായിട്ട് നമുക്ക് ഫുഡ് തന്നു കേട്ടോ. അതിൽ കുറച്ച് ക്യാരറ്റും പിന്നെ പഴമൊക്കെയാണ് ഉണ്ടായിരുന്നത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ജിറാഫിന് ഫുഡ് കൊടുക്കണതിൻ്റെ അവിടെ നല്ല തിരക്കാണ് കേട്ടോ. എല്ലാവർക്കും ജിറാഫിന് ഫുഡ് കൊടുക്കാനാണ് തോന്നുന്നു കുറച്ചുകൂടെ ഇൻട്രസ്റ്റ്. കാരണം ഇത്രയും വലിയൊരു മൃഗത്തിന് നമ്മൾ അടുത്തുനിന്ന് കാണാമല്ലേ. അടുത്തുനിന്ന് കാണുക മാത്രമല്ല, നമ്മളതിന് ഫുഡും കൂടി കൊടുക്കുന്നത്. വായിൽ വെച്ചിട്ടൊക്കെയാണ് ഫുഡ് കൊടുക്കുന്നത്. അവരതിലൊരു കോല് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളതിങ്ങനെ കുത്തിയിട്ടിട്ട് അവർ വായിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് സഫാരി പാർക്കിലേക്കുള്ള ടിക്കറ്റും കൂടെ എടുക്കണം എന്നുണ്ടായിരുന്നു. ടൈം ഇല്ലാത്തത് കൊണ്ടാണ് അത് എടുക്കാതിരുന്നത്. ഈ സഫാരി വേൾഡിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്രയും ഉണ്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. 2 പാർക്കിലായിട്ട് നമ്മൾ ഒരെണ്ണമാണ്. എന്നിട്ട് പോലും നമുക്ക് വൈകുന്നേരമായി നമ്മൾ അവിടുന്ന് തിരിച്ച് ഇറങ്ങി. ജിറാഫിന് ഫുഡ് കൊടുക്കുന്നത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. മെയിനായിട്ട് ഒറങ്കുട്ടൻ്റെ കൂടെ ഫോട്ടോ എടുക്കണം എന്നുള്ളതായിരുന്നു. പക്ഷെ ജിറാഫിൻ്റെ ഫീഡിങ്ങിൻ്റെ കാര്യം അറിയില്ലായിരുന്നു. അവിടെ എത്തിയപ്പോൾ അതും കൂടെ ചെയ്യാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ ജിറാഫിന് ഫുഡൊക്കെ കൊടുത്തിട്ട് പിന്നെ അടുത്ത ഷോക്കുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു, ബേർഡ് ഷോ. അപ്പോൾ ബേർഡ് ഷോ കാണാനാണ് പോയത്.
ബേർഡ് ഷോ ഈ പറഞ്ഞ പോലെ നല്ല രസമായിരുന്നു കാണാനായിട്ട്. ഒരു 10-20 മിനിറ്റോളം നമുക്ക് ഷോ ഉണ്ടായിരുന്നു. നമ്മൾ ഈ വീഡിയോസിൽ കാണിച്ച ഷോകൾ മാത്രമല്ല കേട്ടോ ഉള്ളത്. ഒറങ്ങുട്ടൻ ഷോ, എലിഫൻറ്റ് ഷോ, ബേർഡ് ഷോ, അങ്ങനെ കുറേ ഷോകളുണ്ട്. നമ്മൾ ഈ വീഡിയോസിൽ ഒരുപാടൊന്നും ആഡ് ചെയ്തിട്ടില്ല, കുറച്ച് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തായ്ലാൻഡ് ട്രിപ്പ് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും സഫാരി വേൾഡ് മിസ് ചെയ്യില്ലല്ലോ. അപ്പോൾ സഫാരി വേൾഡ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ മൃഗങ്ങളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനും തൊട്ടടുത്തുനിന്ന് കാണാനും ഒക്കെ പറ്റും. അപ്പോൾ പോകുന്നവരാരും ഇതൊന്നും മിസ് ചെയ്യരുത്. സഫാരി വേൾഡ് പോയത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോസ് എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യണം. അപ്പം നമ്മുടെ തായ്ലാൻഡിലെ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരുന്നതായിരിക്കും.